നിങ്ങൾ മണ്ണാർക്കാടിലൂടെ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാടിലേക്ക് യാത്ര പോകുക. വഴിയിൽ കാണാം, റോട്ടരികിൽ കാണാം, നാട്ടുകൽ വലിയുല്ലാഹി മക്കാം. ഒരാളെ പേരില്ല. എന്താ പേര്? നാട്ടുകൽ വലിയുല്ലാഹി മക്കാം. നാട്ടുകല്ലാണ് അവിടുത്തെ വലിയന്റെ പേര്. എന്താ കഥ? ഖബറിനല്ല അവിടെ സ്ഥാനം, മീസാങ്കല്ലിനാണ് സ്ഥാനം. മീസാങ്കല്ല് ഇങ്ങനെ വളർന്ന് 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 വലുതായി. അങ്ങനെ ഏറ്റവും വലുതായി. അപ്പോഴാണ് അതാ കല്ലാണ് നിങ്ങൾ ആ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിലൊരു കല്ലുണ്ട്. അതേതാ കല്ല്? അത് സ്വർഗത്തുനിന്നിറങ്ങിയ കല്ലാണ്, സ്വർഗത്തുനിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണ്. അതാണ് ഹജറുൽ അസ്വദ്. ആ കല്ലിനെ പോലും ചുംബിക്കുമ്പോൾ, അതിന്റെ അടുത്തെത്തുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ പോലും ആ കല്ല് ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ, ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം നീക്കുമെന്നോ വിശ്വസിച്ചുകൂടാ എന്നതായിരിക്കണം വിശ്വാസിയുടെ മനസ്സ്. അതിനേക്കാളും വലിയ കല്ല് നാട്ടുകൽ. എന്താ അത്? ഞാൻ പറയണ്ട. ഇതൊക്കെ എന്താ അറിയോ? ഇതൊക്കെ നിങ്ങളെ ഈ IT യുഗത്തിൽ ഇത്തരം സ്ക്രീൻ വെച്ച് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി പറയുന്നത്. മുമ്പൊക്കെ മുജാഹിദുകൾ എന്ത് പറഞ്ഞാലും അതൊക്കെ സുന്നികളുടെ പേരിൽ ആരോപണമാണ്, അങ്ങനല്ല, അതൊക്കെ വളച്ചൊടിച്ചതാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ അത് പറയാൻ പറ്റൂല. നാട്ടുകല്ലിന് അതിന്റെ മുത്തവല്ലിയായി നിൽക്കുന്ന ആള് തന്നെ പറയട്ടെ ആ കല്ലിനുള്ള സ്ഥാനം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകും. ഞാൻ പിന്നെ വിശദീകരിക്കാം. നാട്ടുകല്ലിന്റെ ഇതിന്റെ ചരിത്രം ഒന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാന്ന് വെച്ചാൽ എന്റെ പാപ്പാരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നതാണ്. ഞാൻ ഈ മമ്പർത്തങ്ങൾ വന്നിട്ട് ചുവരിലേന്റെ അടിച്ചു വിലായത്ത് കണ്ടുവന്ന്. വിലായത്ത് ഞാൻ അയാൾക്ക് ഇതുണ്ടല്ലോ, അത് കണ്ടു. അപ്പൊ ഈ വളർന്ന വലിയ രാജ്യക്കാർക്കൊക്കെ തിരുത്തൽപ്പെട്ടു. നിങ്ങൾ ഇന്ന ആളാന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഈ വളർന്നാന്നും പറഞ്ഞിട്ട് ഈ ചുവരിലേറ്റ് അടിച്ചതാണ്. അപ്പൊ ഒരു വഴി ഇങ്ങോട്ടും പോന്നു, മറ്റേതവിടെ നിൽക്കുന്നുണ്ട്. വീസാൻ കുത്തിയതാണ്. തറ പോകുന്നൊരു കല്ല് വീസാൻ കുത്തിയതാണ്. അത് വളർന്നാണ്. പിന്നെ ഈ കല്ലിനൊക്കെ ഈ ഗവൺമെന്റ് പണിക്കാരൊക്കെ വന്നിട്ട് അത് നീക്കാനും ഇതിനൊന്നും വിളിച്ചില്ല. ആ കടത്തം തന്നെ ഇപ്പം കിടക്കുന്നത്. ഈ കല്ല് വളരാൻ തുടങ്ങിയത് എന്നാണ് എങ്ങനെ ആളുകൾ അറിഞ്ഞത്? ഇത് നമ്മൾ കാണുമ്പോ കല്ല് അങ്ങനെയാണ്. ഇതിന്റെ മുറിപ്പുറത്തും അങ്ങനെ പിന്നെ വളർന്നിട്ട് ആദ്യം വളർന്നു വളർന്നു. എനിക്കിപ്പോ ഒരു 10-20 വയസ്സൊക്കെ ആയി. അന്നും അതങ്ങനെയാണ്. എന്റെ ബാപ്പ ഉണ്ടായിരുന്നൊന്നും അങ്ങനെ. പിന്നെ പാപ്പാരായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അന്നുണ്ടായിരുന്നോന്ന് പാപ്പാക്കാരിയൊന്നും എനിക്കറിയില്ല. അതിന് കൃത്യമായ ഒരു ചരിത്രം ഇല്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെന്താ മൗലീദോ അങ്ങനെന്താ? ഒരു മൗലീദുണ്ട് അവിടെ. മൗലീദുണ്ട്. അതിപ്പോ ഈ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അയാളെ ഇല്ല. ആരുണ്ടാക്കിയതാ? അതും ഇവിടെ ഒരു മൗലീദ് ഉണ്ടാക്കിയതാണ്. കൃത്യമായ തെളിവുകളുമില്ല. നിങ്ങൾക്ക് ഈ ദർഗനായിട്ട് എന്താ ബന്ധം? മക്കാമിനായിട്ട്? ഞാനും ഇവിടെ ആദ്യം കാവ്യമാരായിട്ട് വന്നതാണ്. ഇപ്പൊ എന്റെ ഒരു ബംഗള വാനാണ് നടത്തുന്നത്. എനിക്ക് വയസ്സും ഇതുമൊക്കെ ആയില്ലേ. അപ്പൊ പിന്നെ ഓന് കണ്ടുകൊടുത്തു. ഒന്ന് ചെറുപ്പക്കാരനാണ്. നിങ്ങളെ പേര്? എന്റെ പേര് കുഞ്ഞമ്മദ് മുസ്ലിയാർ, പുത്തനങ്ങാടി. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പെട്ട പേരാണ്. അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. ഇസ്ഹാഖ് വലിയുള്ള. അതിപ്പോ അയാളെ പേര് നമുക്ക് ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പേര് കിട്ടുന്നു. അല്ലാതെ അയാളെ പേരെന്താ, അയാളെ ഏറെ സ്ഥലം ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. ഈ പേര് ഇട്ടത് ആരാണ്? അതിവിടെ എല്ലാരും കൂടിയിട്ടിട്ടൊന്നും മാത്രമല്ല. എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതി ഇല്ലെങ്കിൽ നമ്മൾ ആ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളാക്കി അവരുടെ പേര് അവിടെ എഴുതിയിട്ടില്ലേ, ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ അയാളെ പേരെന്താന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. എവിടുന്ന് വന്നതാണ്? അതൊന്നുമില്ല. അവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഈ പള്ളിയുടെ മുമ്പ് ഉണ്ടാകണം. പള്ളിയുടെ ഉണ്ടാകണം.
കല്ല് പൂജയാണ് നടക്കുന്നത്. കല്ല് പൂജ. അതിനാണ് ഇപ്പൊ ന്യായീകരണം. ഒരു ചരിത്രവുമില്ല. ആ കല്ല് കണ്ട ആള് അയാള് കാണുന്ന അന്നേ ആ കല്ല വലിപ്പാണ്. പിന്നെ ഒമ്പറന്തങ്ങൾ ആയിക്കൂടെ ഇങ്ങനെ പോയപ്പോ കല്ലിന്റെ വളർച്ച പരാതിപ്പെട്ടപ്പോ ഒമ്പറന്തങ്ങൾ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഒരടിയടിച്ചു. അടിച്ചപ്പോ വീണതാണ് ആ കല്ല്. ചവിട്ടരുത് എന്ന് എഴുതി വെച്ചിരിക്കണം. വർക്കത്താക്കപ്പെട്ട കല്ലാണ്. ഗവൺമെന്റിന് പോലും നീക്കാൻ കഴിഞ്ഞില്ലാന്നാ. മുജാഹിദീങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ മാറ്റിത്തരാം. ഒരാൾ കഴിയും ഒരാളെടുത്ത് വരും. ഒരാൾക്ക് പൊന്താത്താണെങ്കിൽ രണ്ടാള് മൂന്നാള് ഉറപ്പാണ് മാറ്റിത്തരാം. ഗവൺമെന്റിന് പോലും നീക്കാൻ കഴിയാത്ത കല്ല് പൊന്തിയിലാന്നാ. വലിയ കറാമത്തുള്ള കല്ലാണ്. കല്ല് പൂജ. അതിന് മൗലൂദും കല്ല് മൗലൂദും ആരാണ്ടാക്കിയത്? മൗലിയർ. എല്ലാ ഫത്വക്കും ആളുണ്ട്. യഥാർത്ഥത്തിൽ ശരിയാമണ്ണം ബിംബാരാധനയിലേക്ക് ഈ സമുദായം കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് സഹോദരന്മാരെ നിങ്ങൾ കാണുന്നത്. അവിടെ കബറിനല്ല സ്ഥാനം, ആ കല്ലിനാണ്. നോക്കൂ നിങ്ങൾ, കല്ലിനെ പൂജിക്കുന്ന രംഗം. കല്ലിനെയാണ് ആ പൂജിക്കുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചവനെ, നീ തടുത്തതിനെ തരാൻ ഒരാൾക്കും സാധ്യമല്ല. പടച്ചവനെ, നീ തന്നതിനെ തടുക്കാനും ഒരു സൃഷ്ടിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. നീ വിധിച്ച വിധിയെ തട്ടിമാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നിന്റെ അടുക്കൽ കഴിവുള്ളവന്റെ കഴിവ് പ്രയോജനപ്പെടുന്നതല്ല നാഥ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് കല്ലിനെ പൂജിക്കുന്നത്, എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് കബറിനെ പൂജിക്കുന്നത്, എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് പടച്ചവനല്ലാത്തവരോട് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ സമൂഹം ഇതാ ശുർക്കിലേക്ക് കൂപ്പുകുത്തുകയാണ് സഹോദരന്മാരെ. ഇതിൽ നിന്ന് രക്ഷ കിട്ടാതെ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല എന്ന് പഠിച്ചോ. മുജാഹിദുകൾ പറയുന്നത് കൊണ്ട് ദേഷ്യത്തോടെ വീക്ഷിക്കല്ലേ. ഇസ്ലാമികമായ പിൻബലം ഈ വാക്കുകൾക്കുണ്ടോ? ഇസ്ലാമികമായ തെളിവതിനുണ്ടോ എന്ന് പഠിച്ചുകൊണ്ട് ശരിയായ മാർഗത്തിലേക്ക് എത്താനാണ് മുജാഹിദുകൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു വാഹനവും അതിലൂടെ കടന്നു പോകുന്നില്ല അവിടെ എന്തെങ്കിലും കാണിക്ക സമർപ്പിക്കാതെ. കല്ലിന് പടർന്നു കൊടുക്കുക, ഒമ്പുറത്ത് പടർന്നു കൊടുക്കണമാതിരി കല്ലിന് പടരുക. റോട്ടിൽ ടോള് വെച്ചാൽ ചിലപ്പോൾ ചില ഡ്രൈവർമാരൊക്കെ ആ ടോളിരിക്കുന്ന ആള് ശ്രദ്ധിക്കുന്ന ഒറ്റ പോക്കാണ്ടാവും. കല്ലോ ആ കല്ലിനെ പേടിക്കുകയാണ്. ഇവിടെ മനുഷ്യന്മാര് പോലും ഇല്ല, കല്ലേ ഉള്ളൂ. കൊടുക്കാതെ പോയാൽ ചോദിക്കാൻ പോലും ആളില്ല, ഇട്ടുപോകും. ഇതാണ് അവസ്ഥ. ഇതുകൊണ്ടാ മൊയ്തീൻ ഷേഖ് പറഞ്ഞത്, ഇജാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്? അള്ളാഹ്ക്ക് പുറമെ പല കേന്ദ്രങ്ങളിലും അഭയം തേടി പല രക്ഷയും കിട്ടുമെന്ന് വിശ്വസിച്ച് നീ എന്തിനാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് എന്ന് മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി ചോദിച്ചത്. അതുകൊണ്ടാ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹമിതാ ആപതിക്കുന്ന രംഗമാണ് സഹോദരന്മാരെ. ഇസ്ലാമിന്റെ പേരിൽ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ മുതൽ അതിനടിമപ്പെട്ടുപോയി സഹോദരന്മാരെ. ശിർക്കിലേക്ക് കൂപ്പുകുത്തുകയാണ്. മുസ്ലിം സമൂഹം വിദ്യാസമ്പന്നരാണ് എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതാ കല്ലിനെ പൂജിക്കുന്നു. കല്ലിനെ തൊട്ടുമുത്തുവിനെ എന്തും ചെയ്യാൻ ആളുകൾ റെഡിയാണ്. മുസ്ലിം സമൂഹം വിദ്യാസമ്പന്നരാണ്. അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട്. അവർക്ക് മുമ്പത്തേക്കാളും ശക്തിയുണ്ട്. ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ, ഇസ്ലാമിന് വേണ്ടി വിപ്ലവജാഥ നയിക്കാൻ, എന്തിനും റോട്ടിലേക്ക് ഇറങ്ങാൻ മുസ്ലിം യുവാക്കൾ റെഡിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ശുർക്കൻ വിശ്വാസങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് ആ യുവാക്കളിൽ അധികം.